സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിതുവരെ ഇവിടെ കാണാത്ത രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം എനിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മടുക്കും. അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് സിനിമകൾ ഉണ്ടാവാറില്ല. ബാക്ക് ടു ബാക്ക് പരിപാടികൾ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എന്നാൽ റിപ്പീറ്റേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ മടുക്കും. അപ്പോൾ ഓഡിയൻസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ റിപ്പീറ്റേഷൻ വരുത്താതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അത് അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കേട്ടോ, അതാണ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റേഷൻ നമ്മൾ പിടികൊടുക്കാതിരിക്കുക എന്നാണ് എപ്പോഴും എനിക്ക് തോന്നിയത്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ച ആക്ടേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ ഈ സമയത്ത് ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യാൻ പോകണമെന്നുള്ള ഓഡിയൻസിനെ ഓൾറെഡി അറിയാം. അങ്ങനെ പിടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എന്താ പറയുക, പിന്നെ നല്ല പണിയാണ്. അപ്പൊ ആ പിടി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഈ പറയുന്ന ക്യാരക്ടറിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലത് പാളും, ചിലത് ചിലപ്പോൾ നന്നാവും. നമുക്ക് തന്നെ എനിക്ക് തന്നെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും ഇത് ഈ എക്സ്പ്രഷൻ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഓഡിയൻസ് ചിലപ്പോൾ അത്രയ്ക്ക് ഫീൽ ചെയ്യില്ലായിരിക്കും. ചില സാധനങ്ങൾ ഇത് പുതിയ സംഭവം, ഇത് എങ്ങനെ വന്നത് പോലും നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഫ്ലോയിൽ ചിലപ്പോൾ വരുന്നതായിരിക്കാം. ചിലത് നമ്മൾ പേർപ്പസ്ഫുള്ളി അങ്ങനെ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ ചെയ്യും നമ്മൾ. അല്ല, ഇതേ സിനിമയിൽ തന്നെ ഇപ്പം ഉല്ലാസ് ഫസ്റ്റ് വിളിച്ചപ്പോൾ, കാരണം ഉല്ലാസ് വിളിക്കുന്ന സമയം ഞാൻ മറുപടി പറയുന്ന സമയം അതൊരു പക്ഷെ 1 മണിക്കൂറിന് ശേഷമാണെങ്കിൽ വേറെ പടത്തിലേക്ക് അല്ല, വേറെ പടത്തിലല്ല. അതായത് എന്നെ വിളിക്കുമ്പോൾ എന്താ പറയുന്നത്, ഒരു കോമഡി ആണെന്ന്. അയ്യോ, ഞാൻ ഇതുവരെ കോമഡി ചെയ്തില്ലല്ലോ, നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ ചെയ്യാം. ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നെങ്കിൽ ഒരു പക്ഷെ എൻ്റെ അടുക്കുന്ന ഉത്തരവ് ഉണ്ടാവില്ല. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സാധിക്കില്ല. ഇങ്ങനത്തെ ആലോചന വരാം. അതിന് വിത്തിൻ സെക്കൻഡ് മതി അല്ലേ? അപ്പം വിളിക്കുന്ന ടൈം, എൻ്റെ കറക്റ്റ് മറുപടി ടൈം, അത് കുഴപ്പമില്ല പറയുന്നത്, അത് ആ ടൈമിൽ സംഭവിക്കുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അതങ്ങനെ സംഭവിക്കണമെന്നില്ല അല്ലേ? അങ്ങനെ സിനിമയിൽ തന്നെ ഒരുപാട് റോളുകൾ അങ്ങനെ മാറി വന്നിട്ടുണ്ട്. ക്യാരക്ടേഴ്സിന്റെ ഒരാളുടെ ഡിസിഷൻ എടുക്കാനല്ല, ആ കോൾ എടുക്കാനായിട്ടുള്ളൊരു എന്താ പറയുക ഡിലേ വന്നുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ വേറൊരാളിലേക്ക് പോവുകയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? ടൈം ഈസ് എവരിതിങ്. ടൈം ഈസ് എവരിതിങ്. അത് താങ്കളല്ലേ ഡബ് ചെയ്ത്? അല്ല, കാരണം ഇദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പറയുമായിരുന്നു, നമുക്ക് ലൈക്ക് ഫോണിൽ സംസാരിക്കുന്ന ഇതൊക്കെ ഇദ്ദേഹം തന്നെയാണ് മൈക്കിൽ പറയാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ. അത് വെച്ചിട്ട് ചോദിച്ചാണ്.